നമ്മളെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എടുക്കും. ചിലപ്പോൾ വഴിക്കടവ് തന്നെയായിരിക്കും ഇപ്പോ ചർച്ചയിൽ നിൽക്കുന്ന, അല്ലേ? രാഷ്ട്രീയ കോളിളക്കം എന്നുള്ള പോലെയൊക്കെ അത് വാർത്തയും അവിടെ നിൽക്കുന്നുണ്ട്. അതിനകത്ത് എന്താണ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതെന്നാണ് അറിയേണ്ടത്. മാത്രമല്ല അത് വഴിക്കടവിൽ മാത്രമല്ല, ഈ വൈദ്യുതി മോഷണം നമ്മുടെയൊക്കെ നാട്ടിലെ ചില പ്രാദേശിക ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പണ്ടൊക്കെ ചില അണ്ണന്മാര് ഈ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് നേരിട്ട് വൈദ്യുതി എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. ഇവരൊക്കെ എന്തിനാ ഈ പണി കാണിക്കുന്നത്? വലിയ അതിസാഹസികമായിട്ടാണ് ഇവർ ഈ ലൈനിൽ പോയി മുളയൊക്കെ ഇട്ട് ആ കേബിൾ ഇങ്ങനെ വലിക്കുന്നത്. ഇന്നലെ അത് ന്യൂസ് ബസ്സിൽ കാണിച്ചിരുന്നു. തീർച്ചയായും അതിന്റെ ഒരു രീതി വ്യത്യസ്തമാണ്. കാരണം ഈ വഴിക്കടവിൽ തന്നെ വ്യാപകം വൈദ്യുതി മോഷണം നടത്തുന്നത് എങ്ങനെയാണെന്ന് റോഷി നാട്ടുകാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? വേണ്ടിയല്ല, കരുതിയിരിക്കണം. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനകത്തൊരു പാഠമാണല്ലോ ചില ആളുകൾ പഠിക്കുക. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് എന്നുള്ള സന്ദേശം, ഒരു കാര്യം കൂടി നമ്മൾ പറയുകയാണ്. അത് അത്യന്തം അപകടകരമാണ്. ഒന്ന്, വൈദ്യുതി മോഷണം ഒരു ക്രിമിനൽ ഒഫൻസാണ്. രണ്ട്, ആ ഹൈ വോൾട്ടേജ് ഉള്ള ഇലക്ട്രിക് ലൈനിലേക്കൊക്കെ നിങ്ങൾ ഈ കമ്പി കൊണ്ട് ഇടുമ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ജീവനും പ്രധാനപ്പെട്ട കാര്യമാണ്.